UDF സർക്കാരിന്റെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിക്ക് മണ്ണാർക്കാട് വൻ ആവേശത്തോടെ ഫ്ളാഗ് ഓഫ്. ഉദ്ഘാടനത്തിന് മുൻപേ ബസ്സിലെ മുഴുവൻ സീറ്റിലും ഇടം പിടിച്ച് സ്ത്രീ യാത്രക്കാർ. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്കുള്ള ബസ്സിലായിരുന്നു മണ്ണാർക്കാട് നിയോജക മണ്ഡലം തല ഉദ്ഘാടനം. നഗരസഭാ അധ്യക്ഷ കെ സജ്ന ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മളിവിടെ തുടങ്ങിയത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ എത്ര പെണ്ണുങ്ങൾ കയറുകയാണെങ്കിലും അവർക്ക് എത്ര തിരക്കാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരു 5 മിനിറ്റിന് ബസ് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അത് കുറേ വൈകിപ്പോയി. എന്നാലും ഇപ്പോഴത്തെ സർക്കാരിനോട് നന്ദി പറയാണ്. ഇത്ര വേഗത്തിൽ ഇതാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പറച്ചിലൊരു സമയത്തും അത് പ്രാബല്യത്തിൽ വരല് വേറൊരു സമയത്തും അല്ലേ. അപ്പോൾ ഇത്ര പെട്ടെന്ന് ആയതിൽ ഒരുപാട് സന്തോഷം. നമ്മളെപ്പോലുള്ള എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അട്ടപ്പാടിയിലോട്ട് ഡെയിലി ഞങ്ങൾ പോയി വരണം, പൈസകൾ കൊടുത്തിട്ട്. ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഒരു ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു. സൗജന്യ യാത്ര ആസ്വദിക്കാൻ കഴിയുന്നതിന്റെ ആഹ്ലാദത്തിലാണ് വനിതാ യാത്രക്കാർ. വലിയ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് സ്ത്രീകൾ പദ്ധതിയെക്കുറിച്ച് പ്രതികരിച്ചത്. സ്ഥിരം യാത്രക്കാരായ സ്ത്രീകൾക്ക് വലിയൊരു കൈത്താങ്ങാണ് പദ്ധതിയെന്ന് ഒട്ടേറെ പേർ പ്രതികരിച്ചു. സ്ഥിരം യാത്രക്കാരായ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്നും സൗജന്യ യാത്രയായതിനാൽ ചില്ലറയുടെ പ്രശ്നമില്ലെന്നും പ്രധാനാധ്യാപിക കെ സൽമ പറഞ്ഞു. നമുക്ക് 33 രൂപയാണ് സാധാരണ എല്ലാ ദിവസവും കൊടുക്കാറ്. ഇപ്പോൾ ഈ ചില്ലറയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വളരെയധികം അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ വളരെയധികം സൗകര്യമായി. സർക്കാർ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കാശില്ലാത്തവർക്കും യാത്ര ചെയ്യാൻ കഴിയുന്നത് വലിയ സന്തോഷമാണെന്ന് മറ്റൊരു യാത്രക്കാരി പറഞ്ഞു. സ്ഥിരം യാത്രക്കാരായ തങ്ങൾക്ക് പദ്ധതി വലിയ ആശ്വാസമാണെന്നായിരുന്നു വിദ്യാർത്ഥിനികളുടെ പ്രതികരണം. ഈ പദ്ധതി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നുവെന്ന് മറ്റൊരു യാത്രക്കാരി പ്രതികരിച്ചു. മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടത്തിയ ചടങ്ങിൽ ചെയർപേഴ്സൺ കെ സജ്ന ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളുടെ അഭിമാനം ഉയർത്തുന്ന പദ്ധതിയാണിതെന്ന് സജ്ന പറഞ്ഞു. ഈ ഒരു ഗവൺമെന്റ് കയറിയിട്ട് നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളിലെ ഒന്ന് നിറവേറ്റപ്പെടുകയാണ്. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് നിറവേറ്റാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. യാത്രയുടെ കാര്യത്തിൽ പലരും ജോലികൾ നേടുന്നുണ്ട്, പല ജോലികളിലേക്കും പോകുന്നുണ്ട്. പക്ഷെ ആ ജോലിയുടെ ഒരു പരിധി, അതിൻ്റെ ഒരു പകുതി ഭാഗവും നമ്മളെന്താണ് ബസ് ഫെയറിന് വേണ്ടി ചെലവാക്കുന്നവരാണ് മിക്ക സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ കിട്ടുന്ന വരുമാനം തന്റെ ജീവിതത്തിലെ ഒന്നിനും ഭാഗമാവാത്ത രീതിയിൽ പോകുന്നതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കാണാം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലൂടെ സംരംഭത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ സ്ത്രീകളുടെ സാക്ഷീകരണം, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് തികച്ചും വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ. ഉപാധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, PR സുരേഷ്, BV ഷൗക്കത്ത്, ഗിരീഷ് ഗുപ്ത തുടങ്ങിയവർ പ്രസംഗിച്ചു. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.